വെൽക്കം ടു ലാൽ ബോക്സ്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഞാൻ ഒരു 3-4 ദിവസത്തെ വ്ളോഗ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വെച്ചാൽ അതെല്ലാം കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം പകുതിയായിട്ട് വരും ഈ ഒരു വ്ളോഗ്. അപ്പോൾ ഇതൊരു വലിയൊരു വ്ളോഗാവും. എനിക്ക് അത്ര ഒരു 10 മിനിറ്റ് വരും ചിലപ്പോൾ കൂടിപ്പോയാൽ. അപ്പം ഞാനത് പറയാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് വന്നത്, നിങ്ങൾ വ്ളോഗ് കാണുമ്പോൾ ഇനി ഒരു ഇറിറ്റേഷൻ തോന്നേണ്ട വെച്ചാൽ, പിന്നെ വെച്ചാൽ അടുത്തൊരു വ്ളോഗ് എന്തായാലും ഒരു ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയാണ്, കുറേ ദിവസം അമ്പലത്തിൽ പോയത്. അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിൽ പോയിട്ട് വരാം. ഓക്കെ, ഇതടക്കം ഒരു വ്ളോഗാണ്. നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ ഒരു ഏരിയയിലെത്തി. ഓക്കെ, അമ്പലത്തിൻ്റെ സാധനമൊക്കെ വെക്കുന്ന സ്ഥലം, പൂജാ സാമഗ്രികളൊക്കെ. പക്ഷേ അമ്പലത്തിൻ്റെ പിറകുവശം വന്നെയാണ്. എന്നാൽ രാവിലത്തെ കാഴ്ച ഇങ്ങനെയൊക്കെയാണ്. എന്താ ഇപ്പോൾ 8-8:30 ആയി, ലേറ്റായി ഞാൻ വരാൻ വേണ്ടി. ഒരു അടിപൊളി ഫ്രെയിം ആയിരുന്നു, ഫോട്ടോ എടുത്ത് അടിപൊളിയാണ്. ഞാൻ പക്ഷേ എൻ്റെ ട്രൈപോഡ് എടുത്തില്ല, അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തിരിച്ച് റൂമിലേക്ക് അടയ്ക്കാം. ഓക്കെ, വെൽക്കം ടു ലാൽ ബോക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മുത്തിനേരിൽ നെസ്റ്റോ അല്ലേ? നെസ്റ്റോയിൽ അപ്പോൾ വാ, അങ്ങ് നമ്മൾ ചെക്കൻ അങ്ങ് അറിയണ്ട. വാ വണ്ണ വണ്ട ഓത്തേൽ നിൽക്കിറയ്യ വണ്ട ബിംബം. ഞാൻ സാദിഖിന്റെ ഫ്രണ്ട്. സാദിഖ് ക്യാമറ എടുക്കൊണ്ട് സാദിഖിന്റെ ഫ്രണ്ടിനെ കാണിക്കാനാണ് പറഞ്ഞത് കേട്ടോ. കേട്ടോ, ഇത് അടിപൊളി കളക്ഷൻ ഉണ്ട്. നമുക്ക് പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാണ്ടി വന്നതാണ്. ഞാൻ എന്തെടുക്കുന്നത് കന്തൂരല്ലേ? നീ കന്തൂർ എടുക്കുന്നത്. നാളെ നമ്മൾ അടിപൊളി ഫോട്ടോയിലും വരും, വീഡിയോയിലും വരും. നോക്കി ഓക്കെ, നമുക്ക് ഡ്രസ്സെല്ലാം നോക്കിയിട്ട് എടുത്തിട്ട് വരാം. അപ്പം പെരുന്നാളിന് ഞാൻ സാധനം ഇതാണ്. എങ്ങനെയുണ്ട് പറയാം കേട്ടോ. എങ്ങനെയുണ്ട് സാധിക്കാം? പൊളിയല്ലേ? പൊളിയല്ല, വാങ്ങണോ? ഇങ്ങടെ പറമ്പ് നോക്കാം. നമുക്ക് ഇവിടുന്ന് നേരെ കഴിഞ്ഞിട്ട് നമുക്ക് ഇടത്തേക്ക് പോകണ്ട. ഇപ്പം എന്നെ കാണിക്കേ, എന്നെ കാണിക്കണോ? എന്റെ ബ്ലോഗിൽ എന്നെ കാണിക്കാൻ നീ പറയാ. നമുക്ക് നമ്മൾ ഇടുന്ന നിർത്തി നമുക്ക് അന്തോറം എടുക്കാൻ വേണ്ടി വേറെ സ്ഥലത്തേക്ക് പോകാൻ. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവും, അതുകൊണ്ട് നമുക്ക് ഡേ ടു ഡേ പറ്റും. നമ്മള് ഷർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല, നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടാം. ബഡ്ജറ്റ് നമ്മളെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ വേറെ സംഭവം നോക്കാൻ വേണ്ടി, ഷൂ നോക്കാൻ വേണ്ടി പോകും. വാ, ഷൂ ഉണ്ടാവില്ലേ? സാധിക്ക ഷൂ കാണിച്ചിരുന്നു. ഷൂ സാദിഖിന്റെ മെയിൻ ഏരിയ ഇത്. ഷൂവിന്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ, അടിപൊളി. നമുക്ക് നേരെ ഷൂ നോക്കാൻ വേണ്ടി പോവാം. $49 ഷൂ, അടിപൊളി സാധനം. ഒന്നും പറയാനില്ല. സാദിക്ക് റിച്ച് ആയതുകൊണ്ട് കുഴപ്പമില്ല. സാദിക്ക് റിച്ച് ആണ്, അതുകൊണ്ട് സാദിക്കിന് കുഴപ്പമില്ല. ഓ, ഇരിക്കാതില്ലേ, ഒന്നും പറയാനില്ല. സാദിക്ക് എല്ലാം അടിക്കുന്ന പറഞ്ഞില്ല. കൊള്ളാല്ലേ, അടിപൊളി. സാദിക്ക് എടുക്കുന്നുണ്ട്. സാദിക്ക് എത്ര ഷൂ എടുക്കും ഇപ്പൊ? 4 ഷൂ അല്ലേ? നീ പോയ വയസ്സാ. $2 കേക്ക്, $2 കേക്ക്, $2 ഐസ്ക്രീം. ഇത് ടെൻഡർ കോക്കനട്ട് അല്ലടാ. $2 മൂന്നെണ്ണം കഴിച്ചു നോക്കിട്ട് വരാട്ടാ. ഞാൻ കഴിക്കണത്രേ, എല്ലാരും വാങ്ങിച്ചാ, 3 ആള് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ കഴിക്കണത്ര സാധനം. ഡേ ടു ഡേ കളക്ഷൻ കണ്ട സാധനം നോക്കും. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സാധനം എടുത്ത് ട്രൈ ചെയ്ത് സാദിക്കിന്റെ സെറ്റായി, എന്റെ സെറ്റായി. സാദിക എന്റെ അടുത്ത് കാണിച്ചോട്ടെ. സാദിക എന്റെ ലാസ്റ്റ് ഇതാ ഇങ്ങനെ വരും. അപ്പൊ നാളെ ഇതിന്റെ ഫോട്ടോ വീഡിയോ ഒക്കെ കാണാം. ഓക്കെ, ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഞാൻ ഫുള്ളായിട്ട് കാണിച്ചത്. സാദിക ഫുള്ളായിട്ട് കാണിച്ചോ, ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചോ. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് എന്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. സാദിക്കുണ്ട്. സാദിക്ക് കാണിച്ച സാദിക്കണ്ടതാ ഫുള്ള് കാണിച്ചല്ലേ. 5X സാദിക്കോട്ടെ. അപ്പം ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മള് കൊറേ ഫോട്ടോ എല്ലാം എടുത്ത്
ഇനിയിപ്പം നേരെ ഇനി പള്ളിയിൽ പോകണം. ജുമാക്ക് പോയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകല. ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാം, വ്ളോഗ് എടുക്കാൻ കുറേ പെയ്തു. ഏകദേശം 12:30 കഴിഞ്ഞു. നമ്മൾ 10:30 11 മണിക്ക് തുടങ്ങിയ ഷൂട്ടാണ്. എന്നല്ലേ കുറേ ഫോട്ടോ എടുത്ത്, വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. പിന്നെന്താണ്, വേറെ എന്തില്ല. ബാക്കി നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണാം. ഓക്കെ.